ഒരു കാലത്ത് പാകിസ്ഥാനും താലിബാനും ഭായ് ഭായ് ആയിരുന്നു. അതായത് ഒരു സഹോദരൻ, ഒരു കൂട്ടുകെട്ടായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും കീരിയും പാമ്പുമാണ്. മുഖത്തോട് മുഖം നോക്കിയാൽ അടിയാണ്, ശത്രുക്കളാണ്. ഓരോ ദിവസവും താലിബാൻ പാകിസ്ഥാനിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താറുണ്ട്. അടിക്കടി താലിബാൻ പാകിസ്ഥാനിൽ ശക്തമായ ഒരു ആക്രമണം നടത്തുന്നു. അതായത് താലിബാന്റെ അകത്ത് താലിബാനും അതോടൊപ്പം തന്നെ ബലൂച്ചികളും വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാനെയും പാകിസ്ഥാൻ സൈന്യത്തെയും ആക്രമിക്കുമ്പോൾ അവർ എല്ലായിടത്തും അടി ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറുവശത്ത് ഇന്ത്യയുടെ ഒരു ആക്രമണം ഏത് സമയത്തും ഉണ്ടാകാം, ഒരു വശത്ത് താലിബാന്റെ ഒരു ആക്രമണം ഉണ്ടാകാം, ഒരു വശത്ത് ബലൂചിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകാം. അങ്ങനെ ഏത് സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിച്ചാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. പാകിസ്ഥാനിൽ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടന പാകിസ്ഥാനിൽ തുടർച്ചയായി വലിയ സ്ഫോടനങ്ങളും കലാപങ്ങളും അഴിച്ചുവിടാൻ തുടങ്ങിയതോടെയാണ് പാകിസ്ഥാൻ താലിബാൻ സർക്കാരിനെതിരെ തിരിഞ്ഞത്. കൂടാതെ താലിബാൻ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ആയുധങ്ങളെല്ലാം റഷ്യ ഇനി താലിബാന് നൽകും. ആ ആയുധങ്ങൾ ഉപയോഗിച്ചാകും ഇനി താലിബാൻ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നത്. അതാകും ഇനി സംഭവിക്കാൻ പോവുക. അതായത് നിലവിൽ പാകിസ്ഥാനെ വെട്ടിലാക്കി താലിബാനും റഷ്യയും തമ്മിൽ സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം മോസ്കോയിൽ നടന്ന ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ വെച്ച് താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബും റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗുവാണ് ഈ ചരിത്ര കരാറിൽ ഒപ്പിട്ടത്.